മാറ്റിവെച്ച നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടരുമ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പല ആത്മഹത്യകളും ഉണ്ടാകുന്നു എന്ന വാർത്ത കൂടി നമ്മുടെ മുന്നിലെത്തുന്നു. ഈ പരീക്ഷ നടക്കുന്ന ജൂൺ 21 വരെ ടെലഗ്രാം എന്ന സോഷ്യൽ മെസ്സേജിംഗ് മീഡിയ, അതിൽ മെസ്സേജുകൾ കൈമാറുന്നതിന് നിയന്ത്രണം ഉണ്ടാക്കുന്നു എന്നതാണ് ഇപ്പോൾ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവവും വ്യത്യസ്തവുമായ വാർത്ത. നോക്കൂ, രാജ്യത്ത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് രക്ഷകർത്താക്കൾ. ഒരു കുട്ടി നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മാസം 3000 രൂപ മുതൽ 2 വർഷത്തെ +2 പരീക്ഷയ്ക്ക് ശേഷം പൂർണ്ണമായി നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ശരാശരി 2 ലക്ഷം രൂപ വീതമൊക്കെ മുടക്കി ലക്ഷക്കണക്കിന് കുട്ടികൾ, ഏതാണ്ട് 23 ലക്ഷം കുട്ടികൾ എഴുതിയ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പേരിലാണ് ഇത് ജൂൺ 21 മാറ്റിയിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഇല്ലെങ്കിൽ ഏറ്റവും നിഷേധാത്മകമായ സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നത്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ ചോർന്നു പോകുന്നതിൽ ടെലഗ്രാം എന്ന മാധ്യമം ഒരു വില്ലനായി മാറിയിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. വാട്സപ്പ് പോലെ 2 റഷ്യൻ സഹോദരങ്ങൾ, പവേൽ ഡുറോവ്, നിക്കോളായി തുടങ്ങിയ 2 സഹോദരങ്ങൾ 2009 ആരംഭിച്ച ടെലഗ്രാം എന്ന മാധ്യമം വാട്സപ്പിനെ പോലെ അത്ര പ്രശസ്തമല്ലെങ്കിലും ഇന്ത്യക്കാരുടെ ഇടയിൽ അത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ലോകത്താകെ ഏതാണ്ട് 15 കോടി ആളുകളാണ് ടെലഗ്രാം ഉപയോഗിക്കുന്നതെങ്കിൽ അത് 11 കോടി ആളുകളും ഇന്ത്യക്കാരത് ഉപയോഗിക്കാനുള്ള കാരണം അതിലെ ചില സൗകര്യങ്ങളാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം, ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളെ കൂട്ടിനിർത്തിക്കൊണ്ട് അവർക്ക് കോൺഫറൻസ് നടത്താനുള്ള സൗകര്യം ടെലഗ്രാമിലുള്ളപ്പോൾ വാട്സപ്പിൽ അതില്ല എന്ന് നമുക്കറിയാമല്ലോ. എന്ന് മാത്രമല്ല, എത്ര അധികം ഉള്ളടക്കവും ഷെയർ ചെയ്യാനുള്ള സൗകര്യം തങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി ഉപയോഗിക്കാതെ ടെലഗ്രാം ചെയ്യുന്നു തുടങ്ങിയ സൗകര്യങ്ങൾ കൊണ്ട് ഈ നീറ്റ് പരീക്ഷയുടെ തയ്യാറെടുപ്പ് നടക്കുന്ന സ്ഥാപനങ്ങൾ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ട്രെയിനിങ് നടത്തുവാനും ഒക്കെ ടെലഗ്രാം വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വസ്തുതയാണ്. എന്നാൽ ഇത്തരമൊരു സ്ഥാപനത്തെ, ഇത്തരമൊരു സോഷ്യൽ മീഡിയയെ ഇന്ത്യ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിവില്ല എന്നതുകൊണ്ടാണല്ലോ ടെലഗ്രാം ജൂൺ 15 മുതൽ നീറ്റ് പരീക്ഷ നടക്കുന്ന ജൂൺ 21 വരെ നിയന്ത്രിക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. എത്ര ലജ്ജാകരമാണ് നമ്മുടെ രാജ്യത്തെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. രാജ്യത്തെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് മാന്യമായ ഒരു പ്രൊഫഷണൽ കോഴ്സ് ലഭിച്ച് നല്ലൊരു ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള മാനസികവും സാമ്പത്തികവുമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് സുരക്ഷിതമായി പരീക്ഷ എഴുതാനുള്ള സാഹചര്യം രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരീക്ഷയുടെ സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ കഴിയാത്ത സർക്കാർ ഇത്തരം സോഷ്യൽ മീഡിയകളെ നിയന്ത്രിച്ചാലേ ഞങ്ങൾക്കതിന് കഴിയൂ എന്ന് പറഞ്ഞാൽ നാളെ വാട്സപ്പും ഒരുപക്ഷെ യൂട്യൂബും, എന്തിനേറെ പറയുന്നു, ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ മാത്രമല്ല, ചോദ്യപേപ്പർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ വിമാനമാർഗം ആളുകൾ ഉപയോഗിക്കുന്നെന്ന തോന്നലിൽ നാളെ വിമാനങ്ങൾ പോലും, വേഗത്തീവണ്ടികൾ പോലും പരീക്ഷ കഴിയുന്നിടം വരെ നിർത്തിവെക്കുമോ മോദി സർക്കാർ എന്ന ചോദ്യമാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത്. ഇതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ ഭാഷയിൽ പറഞ്ഞാൽ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന ആളുകളുടെ രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയെന്ന് പറയേണ്ടി വരുന്നത്.